ഊർജ്ജ പ്രതിസന്ധിയെ മറികടക്കേണ്ടത് ഇന്ത്യയുടെ പൊതു ആവശ്യമാണെന്ന് കേന്ദ്ര ആണവോർജ്ജ സെക്രട്ടറി ശ്രീകുമാർ ബാനർജി. സമൂഹത്തിൽ മാറ്റത്തിന് വിദ്യാർത്ഥികൾ തുടക്കമിടണമെന്ന് മാതാ അമൃതാനന്ദമയി മഠം ഉപാധ്യക്ഷൻ സ്വാമി അമൃതസ്വരൂപാനന്ദപുരി. ഊർജ്ജ പ്രതിസന്ധിയെ മറികടക്കേണ്ടത് ഇന്ത്യയുടെ പൊതു ആവശ്യമാണെന്ന് കേന്ദ്ര ആണവോർജ്ജ സെക്രട്ടറി ശ്രീകുമാർ ബാനർജി പറഞ്ഞു. എട്ടിമടയിൽ അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ 8ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളിൽ നിന്ന് മാറ്റം തുടങ്ങണമെന്ന് ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ മാതാ അമൃതാനന്ദമയി മഠം ഉപാധ്യക്ഷൻ സ്വാമി അമൃതസ്വരൂപാനന്ദപുരി പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് പരിവർത്തനത്തിന്റെ സന്ദേശമായി മാറുകയായിരുന്നു അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ ബിരുദദാന സമ്മേളനം. പഴയ ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ നന്മയും പുത്തൻ സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെ മേന്മയും സംഗമിക്കുകയായിരുന്നു ഈ ചടങ്ങിൽ. അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ 8ാമത് ബിരുദദാന ചടങ്ങിൽ കേന്ദ്ര ആണവോർജ്ജ സെക്രട്ടറി ശ്രീകുമാർ ബാനർജിയായിരുന്നു മുഖ്യാതിഥി. അമ്മ ലോക ജനതയ്ക്ക് നൽകുന്ന ആത്മീയ ഊർജ്ജത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയ പ്രഭാഷണം നീണ്ടത് രാജ്യം നേരിടുന്ന ഊർജ്ജ പ്രതിസന്ധിയിലേക്കാണ്. ഊർജ്ജ സംരക്ഷണവും അധിക ഊർജ്ജോൽപാദനവുമാണ് ഇന്ത്യയുടെ മുന്നിലുള്ള ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു. Over 400 million people who do not have access to electricity. So whenever we talk of energy policies, one has to remember that it is essential for us to give a decent life. I am not talking of a luxurious life, just a decent life to our countrymen. It is essential that we have to improve our total energy output and the distribution system. അമൃത വിശ്വവിദ്യാപീഠം അധ്യക്ഷനും മാതാ അമൃതാനന്ദമയി മഠം ഉപാധ്യക്ഷനുമായ സ്വാമി അമൃതസ്വരൂപാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. വിദ്യാർത്ഥികൾക്ക് മുന്നിൽ മാറ്റത്തിന്റെ കാഹളമായിരുന്നു അത്. അമൃത വിശ്വവിദ്യാപീഠം പ്രോ ചാൻസലർ ബ്രഹ്മചാരി അഭയാമൃത ചൈതന്യ, വൈസ് ചാൻസലർ ഡോക്ടർ വെങ്കിട്ടരംഗൻ, ഡയറക്ടർ പ്രൊഫസർ സി പരമേശ്വരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരെ കൊണ്ട് സമ്പന്നമായിരുന്നു ബിരുദദാന ചടങ്ങ്. ക്യാമറാമാൻ അനുരാഗിനൊപ്പം എട്ടിമടയിൽ നിന്നും ദീപക് ധർമ്മടം, അമൃത ന്യൂസ്.